കുരിശ് കൃഷിക്കാർക്ക് ഈ കേരളത്തിലെ കണ്ണായ സ്ഥലത്തൊക്കെ എങ്ങനെ ഭൂമി കിട്ടുമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. നസ്രാണി തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് കേരളത്തിൽ. മാന്യ പ്രേക്ഷകർക്ക് ജെന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ നമ്മൾ കടന്നുപോയത് കത്തോലിക്ക സമുദായം അതെങ്ങനെയാണ് വളർന്നു വന്നത്, അതിന്റെ പ്രസക്തി എന്താണ്, പ്രാധാന്യം എന്താണെന്ന്, ഈ നാട്ടിൽ അതിന്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് കാര്യം ഫ്രാൻസ് സംസാരിക്കാൻ പോകുന്ന അതിന്റെ തുടർന്നുള്ള കാര്യം ഇതാണ്: സമുദായം എങ്ങനെ രാഷ്ട്രീയ മേഖലകളിലേക്ക് അല്ലെങ്കിൽ സംഘടിത രൂപമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി എന്താണ്, അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് കാര്യം ഫ്രാൻസാണ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ഞാൻ വിവരിക്കാൻ ശ്രമിച്ചത് ഒന്ന്, എന്താണ് സമുദായം. അപ്പൊ ഞാൻ പറഞ്ഞു, സീറോ മലബാർ സഭയുടെ സാംസ്കാരിക രൂപത്തില് സാമൂഹിക രാഷ്ട്രീയ മാനമുണ്ട്. ആ സാമൂഹിക രാഷ്ട്രീയ മാനം കൈകാര്യം ചെയ്യുന്ന അൽമായരും അതിന്റെ പിറകിൽ നിൽക്കുന്ന വൈദികരും ചേർന്നതാണ് സീറോ മലബാർ സമുദായം. അതിന്റെ നിർവചനങ്ങളിലെ പല പരിമിതികളുണ്ട്. ഇത് നമുക്ക് പോളിഷ് ചെയ്യാം, നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കാര്യം ചർച്ച ചെയ്തത്, ഈ സമുദായം, സീറോ മലബാർ സമുദായം എങ്ങനെയാണ് സീറോ മലബാർ സഭയെ നിർമ്മിച്ചെടുത്തത് ആണ് രണ്ടാമത് പറഞ്ഞത്. അതാണ് ആദ്യത്തെ എപ്പിസോഡിലെ പ്രധാന വിഷയമായിരുന്നത്. രണ്ടാമത്തെ എപ്പിസോഡില് നമ്മൾ കൈകാര്യം ചെയ്തത് ഈ സീറോ മലബാർ സഭയുടെ സമുദായ നേതൃത്വം എങ്ങനെയാണ് കേരള സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ സംഭാവനകൾ നൽകിയത് എന്നതാണ് രണ്ടാം ഭാഗമായിരുന്നത്. ഇന്ന് നാം സംസാരിക്കുന്നത് ഈ സീറോ മലബാർ സമുദായം എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഇടപെടാനുള്ള സാധ്യത ഉണ്ടായെന്നാണ്. അതെങ്ങനെ ആ കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ടു, അതിനുശേഷം എങ്ങനെ അത് സംഘടിത രൂപമായ കത്തോലിക്ക കോൺഗ്രസിൽ വന്നെത്തി, ആ കത്തോലിക്ക കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ എന്ത് ചെയ്തു, ഇപ്പോൾ എന്ത് ചെയ്തു. അതാണ് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ്, അതായത് ഈ ക്രിസ്ത്യൻ ഈ സമുദായത്തിൽ നിന്ന് ഒരു സംഘടനയുടെ പ്രാധാന്യം എന്താണ്, അത് എന്തിനാണ്, അത് എന്ത് പ്രവർത്തിച്ചു, അതേക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നല്ലൊരു സബ്ജക്റ്റ് ആണെന്ന് സാർ നമ്മോട് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിന്റെ ലാസ്റ്റ് ക്വാർട്ടർ എന്ന് വെച്ചാൽ 1875 മുതൽ 1900 വരെ, 1900 കടന്നാൽ 20-ാം നൂറ്റാണ്ടായി. ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ നടന്ന പല രാഷ്ട്രീയ സംഭവങ്ങളുണ്ട്. അത് മനസ്സിലാകുമ്പോഴാണ് ആ രാഷ്ട്രീയ സംഭവങ്ങളിൽ ഈ സീറോ മലബാർ സമുദായത്തിന് വല്ല പങ്കുണ്ടോ അതറിയണമെങ്കിൽ നമുക്കറിയാം, ഈ ലാസ്റ്റ് ക്വാർട്ടറിലാണ് ദീപിക പത്രം നമ്മൾ ആരംഭിക്കുന്നത്. ആ ദീപിക പത്രം ചാവറയച്ചൻ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ദീപിക പത്രം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ, മാത്രല്ല ഞാൻ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞു, 1817 CMS സഭ ഇവിടെ കോളേജും സ്കൂളൊക്കെ ആരംഭിച്ചു. നമ്മൾ സീറോ മലബാർ ക്രൈസ്തവർ ആദ്യ കാലഘട്ടത്തില് പിന്നോക്കമായിരുന്നു. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് മൂലം നമ്മൾ ഇംഗ്ലീഷ് ഭാഷ വരെ പഠിക്കാതിരുന്ന ആൾക്കാരാണ്. ബ്രിട്ടീഷുകാരോടുള്ള വിരോധം മൂലം ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാതിരുന്ന നമ്മളെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്, നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ന് കാശ് മേടിച്ചിട്ടുണ്ടോ. അന്ന് ആ സമയത്ത് തന്നെ തമിഴ് ബ്രാഹ്മണരും, അവർ തമിഴ്നാട്ടുകാർ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഗുണം അനുഭവിച്ചവരാണ്. എന്നാൽ നമ്മളതിൽ നിന്ന് പിൻവാങ്ങി, എന്നാൽ മാർത്തോമ CMS വിഭാഗങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവരിൽ ഒരു വികാസം സംഭവിച്ചു. പക്ഷെ 1835 ആകുമ്പോഴേക്കും തമിഴ്നാട്ടില് ട്രിച്ചി സെന്റ് ജോസഫ്സ് കോളേജ് തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ലയോള കോളേജ് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി. പച്ചയ്യപ്പ കോളേജ്, അത് ഹിന്ദു നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഈ കോളേജുകൾ തുടങ്ങിയപ്പോൾ
പൈസയുള്ള ആളുകൾ തങ്ങളുടെ മക്കളെ വ്യാപകമായിട്ട് അവിടെ പഠിപ്പിക്കാൻ വിട്ടു. ആ പഠിപ്പിക്കാൻ വിട്ടതിന്റെ അനന്തരഫലമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതുപോലെ ഈഴവരുടെ ഇടയിലും വിദ്യാഭ്യാസം കിട്ടിയ അനേകം പേര് വികസിച്ചു വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെ നായന്മാര് പഠിച്ച് വന്നു. ആ സമയത്ത് ഇവിടെ നിർണായകമായി ക്വാർട്ടറിലുണ്ടായിരുന്ന നിർണായകമായ സംഭവമാണ് 1886 ഇവിടെ ഞങ്ങൾ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂര് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ SB കോളേജ് തുടങ്ങി. അതൊക്കെ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ വരുന്ന സംഭവ വികാസങ്ങളാണ്. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയപ്പോ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കരം പിരിക്കാനുള്ള എല്ലാ അധികാരവും അന്ന് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അന്ന് വില്ലേജ് ഓഫീസായിട്ട് പ്രവർത്തിച്ചിരുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പൊ ക്ഷേത്രങ്ങളിലെ ബ്രാഹ്മണ ജാതിക്കാർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ഈ ഗവൺമെന്റ് ഓഫീസിൽ ഇവര് മാത്രമുള്ളൂ. അപ്പൊ ദേവസ്വം ഓഫീസാണ് ഗവൺമെന്റ് ഓഫീസ്, ഗവൺമെന്റ് ജോലിക്കാരെന്ന് അവര് മാത്രം. ഇത് പറയുമ്പോ അതിന് കാരണമുണ്ട്. ബ്രാഹ്മണന്മാരാണ് അന്ന് എഡ്യൂക്കേറ്റഡ് ആയിരുന്ന ആളുകള്. ഇത് ഞാൻ പറയുമ്പോ ഇത് ബ്രാഹ്മണ വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. അന്നത്തെ സിസ്റ്റം അതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരു സർക്കാർ ഓഫീസാണെങ്കിൽ അതിലെ എല്ലാ വിഭാഗം ആളുകൾക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വരിക സ്വാഭാവികമാണല്ലോ. അതിനൊരു തുല്യത വരണം, നിയമത്തിന് മുന്നിൽ തുല്യത വേണം. എന്നാലാണ് നീതിദേവതയ്ക്ക് ഇപ്പോ നീതിദേവത കണ്ണു തുറക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീതിദേവത പരിശോധിക്കുകയാണ്. ആ നീതിക്ക് മുമ്പിൽ, ആ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അവിടെ 1800 ഞാൻ ആ വർഷം കൃത്യമായിട്ട് പറയാം, 1882 ജാതി ഐക്യ സംഘം ജാതൈക്യ സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സീറോ മലബാർ സമുദായത്തിന്റെ ഇടയിൽ വികസിക്കുകയാണ്. അവര് രൂപം കൊടുക്കുകയാണ്, ജാതൈക്യ സംഘം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കേരളത്തിൽ ഇത് സമഗ്രമായി പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥം പാലാ രൂപതയിൽപ്പെട്ട ജോൺ കച്ചിറമറ്റം സാറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഒരു ഗവേഷണത്തിന് ഉപകരിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. എങ്ങനെ സീറോ മലബാർ സമുദായം രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതിന്റെ ഒരു ചരിത്ര രേഖയാണ് ആ ഗ്രന്ഥം. അപ്പൊ അത് വാങ്ങിച്ച് നിങ്ങളുടെ ലൈബ്രറിയിൽ വെച്ചാൽ അത് നന്നായിരിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ജാതൈക്യ സംഘം രൂപീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് രാജാവിന് ഒരു മെമ്മോറാണ്ടം നൽകാൻ പറ്റുള്ളൂ, മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. അങ്ങനെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാല് 1891 ആയപ്പോ, അതായത് ഒരു 9 കൊല്ലം കഴിഞ്ഞപ്പോ അവര് അവിടെയുള്ള നായന്മാരും മുസ്ലിമുകളും ഈഴവന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവർ 1891 മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു മെമ്മോറാണ്ടം രാജാവിനെ കൊടുക്കുകയാണ്. മലയാളി മെമ്മോറിയലിന്റെ അർത്ഥം പറഞ്ഞു തരാം. അത് മെമ്മോറിയൽ എന്ന് വെച്ചാൽ മെമ്മോറാണ്ടം എന്നാണ് അർത്ഥം. അതിൽ 10,028 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെയുണ്ട്? ക്രിസ്ത്യാനി, ഈഴവർ, മുസ്ലിമുകൾ അടങ്ങിയ 10,028 പേർ ഒപ്പിട്ട് മഹാരാജാവിന് നൽകിയ മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. അപ്പൊ ജാതി ഐക്യ സംഘത്തിന്റെ നേതൃത്വത്തില് 1891 ഈ മലയാളി മെമ്മോറിയൽ നൽകുമ്പോ ആ മലയാളി മെമ്മോറിയലിലെ നേതാക്കൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയണം. വെറുതെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന മലയാളി മെമ്മോറിയൽ ആളുകളുടെ പേര് പറയില്ലേ? ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അതെ അതെ അതെ, അതിന്റെ ചരിത്രകാരന്മാര് പല ചരിത്രം വിഴുങ്ങാണ്, ചില ആൾക്കാരെ ഒഴിവാക്കുകയാണ്. ഇപ്പൊ കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ മലയാള മനോരമ പത്രം തുടങ്ങിയ ഒരു പത്ര മുതലാളി. പക്ഷെ അദ്ദേഹം പത്ര മുതലാളി അല്ല, അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവാണ്. മനോരമയ്ക്ക് പോലും ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നണേ. കാരണം അതൊരു കച്ചവട സ്ഥാപനമായി. അപ്പൊ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ആരാണ് നേതാക്കന്മാര് എന്ന പേരുകള് ഞാൻ പറയാം. ഒന്ന്, സിറിയക് നിധിയിരിക്കൽ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കാവാലം നീലകണ്ഠപിള്ള,
ഡോക്ടർ പൽപ്പു, നഞ്ചിനാട് വെള്ളാളൻ, PS ശിവൻപിള്ള, നിധീരിക്കൽ മാണിക്കത്തനാർ, പാറയിൽ വർക്കി അവിരാത്തരകൻ, ഇവരൊക്കെയാണ് അതില്. അപ്പൊ 50% പേര് സമുദായ നേതാക്കളാണ്. അപ്പൊ ഇവർക്ക് തീർച്ചയായിട്ടും CMSകാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ട് ഇതിനകത്ത്, അതിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അന്ന് എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നേതൃത്വത്തില് ഈ മലയാളി മെമ്മോറിയൽ കൊടുത്തു. അതുകൊണ്ട് വല്ല മെച്ചം ഉണ്ടായെന്ന് ചോദിച്ചാൽ ആ മെച്ചം ഉണ്ടായത് നായന്മാർക്ക് മാത്രമാണ്. നായന്മാരെ സർക്കാർ സർവീസില് പ്രവേശിപ്പിച്ചു. അപ്പൊ ഈഴവന്മാരെന്ത് ചെയ്തു? ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മോറാണ്ടം സെപ്പറേറ്റ് കൊടുത്ത് ഈ ഡോക്ടർ പൽപുവിന്റെ ഒക്കെ നേതൃത്വത്തില്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് ചെറിയ പരിഗണന അപ്പോഴുണ്ട് നായന്മാരുടെ ഒപ്പം തന്നെ, പക്ഷെ ഈഴവന്മാരെ ഒഴിവാക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഈ സർക്കാരിന്റെ രൂപീകരണം വന്നു തുടങ്ങി. അപ്പൊ ജനപ്രതിനിധികളുടെ ഇതെങ്ങനെയായിരിക്കണം. അപ്പൊ ഉടൻ തന്നെ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയിലേക്ക് പതുക്കെ പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഇങ്ങനെ ഈഴവന്മാര് സെപ്പറേറ്റ് ആയിട്ട് പോകണു, നായന്മാര് സെപ്പറേറ്റ് ആയിട്ട് പോകണു, അവരവരുടെ കാര്യം നോക്കുന്നു എന്ന് മനസ്സിലായപ്പോ സമുദായ നേതാക്കൾക്ക് മനസ്സിലായി നമ്മുടെ കാര്യം പറയാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ലേ. ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, ഈ കേരള സർക്കാരില് നമ്മുടെ കാര്യം പറയാനായിട്ട് നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് പോലും ധൈര്യമില്ലേ. അതാണ് കണക്കനുസരിച്ച് പുറകോട്ട് പോയത്. നമ്മൾ പുറകോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നേതാക്കൾ ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മാത്രല്ല ആ കോൺസ്റ്റിറ്റ്യൂഷനില് എല്ലാവർക്കും ഇല്ലാത്ത ഒരു അവകാശവും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈഴവന്മാരും നായന്മാരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് കൂടാണ്. എന്നാണ് കൂടുന്നത്? 1904 നിധീരിക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തില് ഒരു 40 മണിക്കൂർ ആരാധന മാന്നാനത്ത് വെച്ച് നടക്കുകയാണ്. ആ പ്രായറിലാണ്. അതായത് 40 മണിക്കൂർ ആരാധനയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ നിധീരിക്കൽ മാണിക്കത്തനാരും സമുദായ നേതാക്കന്മാരും തീരുമാനിക്കുന്നത്. അതാണ് സാർ ഇന്നലെ പറഞ്ഞ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂല്യബോധം അത് ദൈവത്തിൽ നിന്ന് വരുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമുദായ വഴിയായിട്ടോ സംഘടന വഴിയായിട്ടോ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോ 1905 ക്രിസ്തീയ മഹാജനസഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായി. അന്ന് ആദ്യമായിട്ട് ഒരു സംഘടന ഉണ്ടാക്കണം. അപ്പൊ ആദ്യം 1904 ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഇതിങ്ങനെ തീരുമാനം എടുത്തു. 5 വന്നപ്പോ ക്രിസ്തീയ മഹാസഭയ്ക്ക് തീരുമാനം എടുത്തു. അത് ആദ്യം മറ്റേ നായർ സഭ സംഘടനയും മാത്രമാണ് പ്രാർത്ഥന കിട്ടില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ഇത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പിന്നെ അവിടെ നിന്ന് തൊട്ട് തുടർച്ചയായിട്ട് ഓരോ സ്ഥലത്തും മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നു. അതായത് 1906 എറണാകുളത്ത്, 1907 വൈക്കത്ത്, 1908 പുളിങ്കുന്നം, 1909 ചമ്പക്കുളം, 1910 എടത്വ, 11 പാല, 12 ഞാറയ്ക്കൽ, 13 തൃശൂർ, 14 ഇരിഞ്ഞാലക്കുട, 16 കുറുവിലങ്ങാട്, 17 അതിരമ്പുഴ. അപ്പൊ ഓരോ കൊല്ലം ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്രിസ്തീയ നേതാക്കൾ ഒരുമിച്ച് കൂടും. അത് ഒന്ന് കൊച്ചി രാജ്യവും മറ്റേ തിരുവിതാംകൂർ രാജ്യമാണ് കേട്ട. പക്ഷെ ഇങ്ങനെ ഈ നേതാക്കന്മാർ ഒറ്റക്കെട്ടായിരുന്നു. കാരണം അവിടെ ഒരു തിരുവിതാംകൂർ ലോബി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ സമ്മേളനങ്ങളുടെ തുടർച്ചയായിട്ട് 1918 വന്നപ്പോ ഇവര് ഇതിനൊരു സംഘടിത രൂപം കൊടുക്കുകയാണ്. അങ്ങനെയാണ് കേരള കത്തോലിക്ക മഹാജനസഭ. 1918 തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ കാരണം ഇപ്പൊ ചരിത്രം സംസാരിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം സംസാരിക്കുമ്പോ ഇത് 1904 5 6 ശരിയാണ്. അപ്പൊ കേരളം ആവിർഭവിക്കുന്നതിന് മുൻപേ ഇതുണ്ട്. ഇനി കേരളത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ കത്തോലിക്ക സഭയുടെ ചരിത്രം സംസാരിക്കുമ്പോൾ പലരും പറയും 1904 മാന്നാനത്തെ രേഖയിൽ കാണാനില്ലല്ലോ. പക്ഷെ ഇതിന് കൃത്യം അഖില കേരള കത്തോലിക്ക മഹാജനസഭ, അതാണ് ഓൾ കേരള കാത്തലിക് കോൺഗ്രസ്.
അപ്പൊ കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി എന്നല്ല, മഹാജനസഭ എന്നാണ്. പാർട്ടിയാണ്. അപ്പൊ ഒരാൾക്ക് ചോദിക്കണ്ടായി, ഇനി കുറച്ച് കഴിയുമ്പോ കത്തോലിക്ക BJP വരുമെന്ന്. കാരണം അവര് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റും. കോൺഗ്രസ് എന്ന് വെച്ചാൽ ഇത്രേ അർത്ഥമുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു സംഘടിത രൂപത്തില് 1918-ലാണ്. ഈ 1918 ഇത് ആരംഭിച്ചിട്ട് എന്തൊക്കെയാ ചെയ്തത് അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1918 തുടങ്ങിയ ഈ സംഘടനയ്ക്ക് എന്താണ് സംഘടിതമായിട്ട് ചെയ്തത്? എന്താണ് ആദ്യം ചെയ്തത്? തന്നെ പൗരസമത്വ പ്രക്ഷോഭമാണ്. എന്ന് വെച്ചാല് ഈ നായന്മാർക്ക് ഒരു പ്രത്യേക ഇത്, ഈഴവന്മാർക്ക് അങ്ങനെയല്ല, എല്ലാ പൗരന്മാർക്കും തുല്യത വേണം എന്നുള്ള പ്രക്ഷോഭമാണ് കത്തോലിക്ക. സാമുദായിക രീതിയിലല്ല, അല്ലല്ല, സമുദായമാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ആവശ്യപ്പെടുന്നത് പൗരസമത്വം വേണമെന്നാണ്, അല്ലാണ്ട് കത്തോലിക്കർക്ക് ഒരു പ്രാധാന്യം വേണമെന്നല്ല. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് 1924 ഒരു മൂവ്മെന്റ് ആണ്. അതിലെഴുതി അതിന്റെ പേര് ഇതാണ്, കാത്തലിക് ക്ലെയിംസ്, കത്തോലിക്കന്റെ അവകാശങ്ങൾ. അത് ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭണ പരിപാടിയാണ്. എന്നിട്ടും സർക്കാർ അത് പരിഗണിക്കും. കാരണം അന്ന് കാലത്ത് ഒരു സെമിത്തേരി വെക്കാൻ പോലും കത്തോലിക്ക, ഈ സീറോ മലബാർ കത്തോലിക്കർക്ക് പറ്റാത്ത അവസ്ഥ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു. അന്നുണ്ടായി. ഇപ്പോഴല്ല പ്രശ്നം. അത് കൊച്ചിയിൽ അതില്ല. കാരണം കൊച്ചിയിൽ ഇവിടുത്തെ രാജാക്കന്മാർക്ക് നമ്മളോട് ഭയങ്കര താല്പര്യമായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കാത്തലിക് ഗ്രീവൻസ് ആണ്. ഈ കാത്തലിക് ഗ്രീവൻസ് എന്ന് വെച്ചാൽ, ഗ്രീവൻസസ് എന്ന് വെച്ചാല് കത്തോലിക്കരുടെ ദുഃഖങ്ങൾ. അത് ബ്രിട്ടീഷ് രാജാവിന് വരെ ഈ ഡോക്യുമെന്റ് എത്താണ്. അത് 1931-ലാണ്. ഇനി ഇതിന്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് നാം അനുഭവിച്ച് പോകുന്ന പല അവകാശങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ആ ഇടയ്ക്കാണ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള സ്കൂളുകളൊക്കെ നാഷണലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് സർ CP ഒരു തിട്ടൂര് ഇറക്കാണ്. അപ്പൊ കാളാശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരിയില് ഉണ്ട്, തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. അപ്പൊ നമ്മുടെ വിചാരം ഈ കേരളത്തിലെ കത്തോലിക്ക സ്കൂളുകൾ മുഴുവനും, സ്വകാര്യ സ്കൂളുകൾ മുഴുവനും നാഷണലൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം EMS മന്ത്രിസഭയുടെ ആഗ്രഹമല്ല. അത് കേരളത്തിലുണ്ടായിരുന്ന അന്നത്തെ സവർണ മേധാവിത്വത്തിന്റെ അടയാളമായിരുന്ന സർ CPയുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായ കാളാശ്ശേരി പിതാവിന്റെ പിന്നിൽ അണിനിരുന്നത് കത്തോലിക്ക കോൺഗ്രസ് ആണ്. ശക്തമായ ഒരു പ്രക്ഷോഭം. അതായത് 2.5 ലക്ഷം പേര് ഒപ്പിട്ടിട്ടുള്ള ഒരു നിവേദനമാണ് കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ചെടുത്തത്, അന്ന് കൊടുത്തത്. അത് മഹാരാജാവിനെ എത്തിച്ചു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ദിവാനോടും രാജാവിനോടൊക്കെ പറഞ്ഞു, ഇത് ചെയ്യണത് നമ്മൾ അപകടകരമായ ഒരു ഇതിൽ വിളിച്ചു വരുത്തണേ. കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങളെ കൊന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പിതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കൂളുകൾ നിലനിൽക്കുന്നു, അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ആ സ്കൂളുകളൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത് നമ്മുടെ പിതാമഹന്മാരാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ വലിയൊരു കാര്യമുണ്ട്. കാരണം അന്ന് ഒരു 2 ലക്ഷം വ്യക്തികൾ മരിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു ചരിത്രം ഇതിലുണ്ട്. വിദ്യാഭ്യാസ നിലയിൽ നമ്മൾ ഇന്ത്യയിലെ ഒരു നല്ലൊരു പിന്നില് ഈ ഒരു പ്രവർത്തനമുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ ഈ നിലനിൽക്കുന്നതൊക്കെ ഒരു സുപ്രഭാതത്തിലൂടെയുള്ള ഭരണാധികാരികളൊക്കെ നമ്മളോട് സഹായിച്ച് ചെയ്തതും മാത്രമല്ല, അതിനെ എതിർത്ത് തോൽപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചരിത്രം അതിന് നിർണായക പങ്കാണ് വഹിച്ചത്. അപ്പൊ 1950 അപ്പൊ ഈ സമയത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്. ഈ പരിപാടികളിലൂടെയാണ് യഥാർത്ഥത്തില് കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ പരിപാടികളിലൂടെയാണ് ശരിക്കും സ്വാതന്ത്ര്യ സമരം അവിടെ തിരുവിതാംകൂറിൽ രൂപപ്പെട്ടു വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നിങ്ങൾ ആദ്യ KPCC ആസ്ഥാനത്ത് ചെല്ലുക, ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചരിത്രം എന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പുസ്തകം എടുത്ത് നോക്കുക.
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ നേതാക്കന്മാരും സീറോ മലബാർ കത്തോലിക്കരാണ്. അതൊരു വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ ഇത് അറിയപ്പെട്ടിരുന്നത് എന്താണെന്ന് അറിയുക അല്ലേ? അപ്പൊ കോൺഗ്രസ് പാർട്ടി അന്ന് അറിയപ്പെട്ടിരുന്നത് ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നാണ്. ഇന്നുള്ളവര് അതൊക്കെ നേരത്തെ അന്ന് ഇന്ന് നമ്മുടെ സംഘടനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലാവർക്കും എല്ലാ പൗരന്മാരും തുല്യന്മാരായി, എല്ലാ പൗരന്മാരും തുല്യ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വേണ്ടി അന്ന് സ്കൂൾ തുടങ്ങിയതും കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനല്ലേ പ്രഖ്യാപന ലക്ഷ്യം വെച്ചിട്ടാണ്. അങ്ങനെ വന്നപ്പോ ഈ CP ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടീനെ തിരുവിതാംകൂറില് നിരോധിച്ചു. മാത്രല്ല മലയാള മനോരമേനെ അവിടുന്ന് കണ്ടുകെട്ടി. അപ്പൊ അത് കൊണ്ടുവന്ന് മലബാറിന്റെ അതിർത്തിയിൽ കടത്തിയിട്ടൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രപരമായ വലിയ കാര്യങ്ങളാണ്. അപ്പൊ ഈ തിരുവിതാംകൂറില് കോൺഗ്രസ് പാർട്ടിക്ക് മീറ്റിംഗ് നടത്താൻ പറ്റാണ്ടായപ്പോ എവിടെയാണ് മീറ്റിംഗ് നടത്തിയത്? കത്തോലിക്ക കോൺഗ്രസിന്റെ ആൾക്കാരുടെ തണലില് പള്ളികളിലാണ് കോൺഗ്രസിന്റെ മീറ്റിംഗ് നടത്തിയിരുന്നത്. ഇന്ന് കാണുന്ന കോൺഗ്രസ് പാർട്ടി അല്ല അത്. അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ മീറ്റിംഗ് കൂടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യത്തിലാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭകള് നിയമസഭയില് സ്വാതന്ത്ര്യത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ തിരുവിതാംകൂർ ഭാഗത്തുനിന്നും കൊച്ചി ഭാഗത്തുനിന്നും ധാരാളം സീറോ മലബാർ കത്തോലിക്കര് എവിടെ വന്നു? നിയമസഭയിൽ വന്നു. അതിന്റെ കാരണം അവർക്ക് ഇവിടുത്തെ പ്രവൃത്തി പരിചയമാണ്, അല്ലാണ്ട് സഭാധികാരികളെ കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്തതല്ല. വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഭൂരിപക്ഷം സീറോ മലബാർ സഭയിലെ ആൾക്കാർക്ക് വന്നപ്പോ അവിടെ ചില ജാതി തർക്കങ്ങൾ ഉണ്ടാവാണ് ആ കാലഘട്ടത്തില്. കാരണം ഇത് ഞങ്ങൾക്ക് യാതൊരു പ്രാധാന്യം ഇല്ല, ഇത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാല് സീറോ മലബാർ കത്തോലിക്കരുടെ പാർട്ടിയാണോ തെറ്റിദ്ധാരണ വന്നു. അപ്പൊ പഴയ നേതാക്കന്മാരുടെ ഒക്കെ ഈ സീറോ മലബാർ ക്രൈസ്തവരാണ്. അവരുടെ പേരുകള് ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് ഈ ചരിത്രം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ വന്നപ്പോ എന്ത് പറഞ്ഞു? ഇപ്പൊ PT ചാക്കോ നമ്മുടെ ഒരു നേതാവാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാല് അതുപോലെ AJ ജോൺ ഇവരൊന്നും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാതെ R ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കിയതിന്റെ കാരണം നമ്മൾ പറഞ്ഞു കോംപ്രമൈസ് പോലെയാണ്, തർക്കത്തിന് വേണ്ട. പക്ഷെ പിന്നീട് പീഡിപ്പിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാല് PT ചാക്കോ പീച്ചിക്ക് പോയപ്പോ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രൊപ്പഗാൻഡ നടത്തുന്നവര് എഗൻസ്റ്റ് ആയിട്ട്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അവര് ആടിനെ പട്ടിയാക്കും, പട്ടീനെ ആടാക്കും അറിയാലോ. അപ്പൊ ഇത് എനിക്ക് 10 വയസ്സില് ഞാനിത് എന്റെ ചെവിയിൽ കേൾക്കണ്. എനിക്കന്നറിയില്ല ആരെ PT ചാക്കോന്ന്. ഞാനും വിശ്വസിച്ചു. പിന്നീടാണ് മനസ്സിലാവണത് ഇതൊക്കെ ചതിയുടെ പര്യായങ്ങളാണെന്ന്. അതിന് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് സീറോ മലബാർ സമുദായ നേതൃത്വത്തിന് മനസ്സിലായത് ഇവരുടെ കൂടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയായിട്ട് മാറണം. അങ്ങനെ നായന്മാരും സീറോ മലബാർ കത്തോലിക്കലും കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ആ രണ്ട് സമുദായത്തിൽ തമ്മിലുള്ള ഐക്യാണ്. അപ്പൊ ചങ്ങനാശ്ശേരി അരമനയും NSSന്റെ ആസ്ഥാനവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് അതിന്നുണ്ട്. അപ്പൊ ഈ നായർ ക്രൈസ്തവ ഐക്യം. അപ്പൊ നമ്മൾ വിചാരിച്ചെന്തെന്ന് ആ കാലഘട്ടത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസക്തി പതുക്കെ കുറയുന്നു. കേരള കോൺഗ്രസ് വന്നതോടുകൂടി നമ്മൾ ഒരു പ്രതീക്ഷ അവരിൽ അർപ്പിച്ചു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവര് മുന്നിൽ നിൽക്കുമെന്ന്. ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് നായന്മാർക്ക് വേണ്ടിയിട്ടും ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടും നിയമസഭയിൽ വാദിക്കാൻ നമ്മുടെ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ തൃശ്ശൂര്, കൊച്ചി രാജ്യത്ത് അത് അത്രയധികം ഉണ്ടായില്ല. കാരണം കൊച്ചിയില് ഇവിടെയുള്ള നേതാക്കള്, സീറോ മലബാർ നേതാക്കള് അവരുടെ കൂടി. പക്ഷെ ക്രമേണ എന്തുണ്ടായി? ഈ 57 വിദ്യാഭ്യാസ സമരം വന്നു. അപ്പൊ കത്തോലിക്ക കോൺഗ്രസ് അതിന്റെ മുമ്പിലുണ്ട് വിമോചന സമരത്തില്. 72 ഈ കോൺഗ്രസ് പാർട്ടി AK ആന്റണിയുടെ നേതൃത്വത്തില്
വീണ്ടും കോളേജുകൾ നാഷണലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തി 1972-73. അപ്പോഴാണ് പ്രമാദമായ കോളേജ് സമരം നടക്കുന്നത്. ആ സമയത്ത് തൃശ്ശൂരുള്ള കത്തോലിക്ക കോൺഗ്രസ്, അന്നിവിടെ അറിയപ്പെട്ടിരുന്നത് കാത്തലിക് യൂണിയൻ എന്നാണ്, BM വർഗീസ്, പിന്നെ ആരാണ് N. ഔസേപ്പ് മാസ്റ്റർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ കുണ്ടുകുളം പിതാവും ഷവലിയർ N. ഔസേപ്പ്, BC വർഗീസ്, BM വർഗീസ് അല്ല BC വർഗീസ്. BC വർഗീസ് അസാമാന്യ സംഘടനാ പാഠമുള്ള ആളാണ്. പ്രൊഫസർ N. ഔസേപ്പ് നല്ല പ്രാസംഗികനാണ്. ടോണി പിതാവിന്റെ അപ്പൻ. ഇവിടെ കുണ്ടുകുളം പിതാവിന്റെ നേതൃത്വത്തില് 3 ലക്ഷം പേരാണ് കളക്ടറേറ്റിലേക്ക് പൂരപ്പറമ്പിലേക്ക് മാർച്ച്. 3 ലക്ഷം പേര്. അപ്പൊ എന്ന് പറഞ്ഞാല് അത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇവരൊക്കെ. ഇവിടെ അറിയപ്പെട്ടിരുന്നത് കാത്തലിക് യൂണിയൻ എന്നാണ്. അതിനുള്ള ഓരോ സ്ഥലത്തും അതിന്റെ കേരള കോൺഗ്രസ് ഫോം ചെയ്യുമ്പോ കത്തോലിക്ക കോൺഗ്രസ് ഒരു കേരള അല്ല, കാത്തലിക് യൂണിയൻ വീണ്ടും ഈ കത്തോലിക്ക, ഞാൻ പറഞ്ഞില്ലേ കേരള കോൺഗ്രസ് വന്നപ്പോ ഈ സംഘടനയുടെ പ്രസക്തി നമ്മുടെ പ്രതീക്ഷ വെച്ചിട്ട്. പിന്നെ വീണ്ടും 72 ഈ പ്രശ്നം വന്നപ്പോ നമ്മള് കേരളത്തിൽ മുഴുവൻ റീഓർഗനൈസ് ചെയ്തു. അതാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും 2007 വന്നപ്പോ വീണ്ടും നമ്മൾ ഈ MA ബേബിയുടെ നേതൃത്വത്തില് ക്രൈസ്തവര് ന്യൂനപക്ഷമല്ല എന്ന് വാദിക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ വീണ്ടും ഓർഗനൈസ് ചെയ്തു. റിലീസായ മാതിരി. അതെന്തുകൊണ്ടാണെന്നുള്ളതിന്റെ അന്വേഷണമാണ് നമ്മൾ അടുത്ത ഇതില് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതായത് ആവശ്യം വരുമ്പോ ഓർഗനൈസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാല് ഇപ്പൊ അടുത്ത കാലത്ത് നോക്കിയാൽ നമുക്കറിയാം, റബ്ബറിന്റെ വിലയിടിവ്, വന്യമൃഗശല്യം, പരിസ്ഥിതി നിയമം മൂലമുള്ള പ്രശ്നം വ്യാപകമായിട്ട് കത്തോലിക്ക കോൺഗ്രസ്, സിറോ മലബാർ ക്രൈസ്തവര് ചാവറ അച്ഛനെ പുസ്തകത്തിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെ വന്നപ്പോ വീണ്ടും ഈ കത്തോലിക്ക കോൺഗ്രസ് വീണ്ടും ചരിത്രത്തിൽ ഔട്ടാവുന്ന, അതായത് സിറോ മലബാർ കത്തോലിക്കര് ഔട്ടാവുന്ന ഒരു രീതിയിൽ വന്നിട്ട് ഔട്ടാക്കാണ്. അപ്പൊ വീണ്ടും പിതാക്കന്മാര് പറഞ്ഞ് ഇതിനെ റീഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനിപ്പോ കാർഡിനൽ മാർ ആലഞ്ചേരി പിതാവിനെ ഓർക്കാണ്. അദ്ദേഹമാണ് ഇതിൽ കൂടുതൽ താല്പര്യം എടുത്തത്. അദ്ദേഹം VV അഗസ്റ്റിൻ സാറിന്റെ നേതൃത്വത്തിൽ KKCCയുടെ പുതിയ ഒരു ബൈലോയും ഇതായിട്ട് വീണ്ടും അതിനെ റീഓർഗനൈസ് ചെയ്തെടുക്കുകയാണ്. ആ റീഓർഗനൈസ് ചെയ്തെടുക്കുമ്പോൾ അഗസ്റ്റിൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ബിജു പറയുന്നത്. അപ്പൊ നിരന്തരമായിട്ട് അവർ സമരങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അതിജീവന യാത്ര, കർഷക രക്ഷായാത്ര, കേരളമെമ്പാടും ഇങ്ങനെ സമരങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. പിന്നീടാണ് ബിജു പറയുന്നലം, അഡ്വക്കേറ്റ് ബിജു പറയുന്നലം ഇതിന്റെ പ്രസിഡന്റായിട്ട് മാറുന്നത്. ബിജു പറയുന്നലം പ്രസിഡന്റും രാജീവ് കൊച്ചിപ്പറമ്പില് സെക്രട്ടറിയും പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയില് അതിന്റെ വൈസ് പ്രസിഡന്റായിട്ട് വന്നപ്പോ അവരൊരു കാര്യം ആലഞ്ചേരി പിതാവ് പറഞ്ഞു, നിങ്ങളിത് ലോകം മുഴുവനുള്ള സീറോ മലബാർ ക്രൈസ്തവരെ സംഘടിപ്പിക്കും. കാരണം ഇപ്പൊ ഡൽഹിയില് ഫരീദാബാദ് രൂപതയില് 1,75,000 സീറോ മലബാർ ക്രൈസ്തവരാണ്. നല്ലൊരു നമ്പറാണ്. ഗൾഫിലെ 5 ലക്ഷത്തോളം പേരാണ്. അപ്പൊ ഇവരെയൊക്കെ ആര് ഓർഗനൈസ് ചെയ്യും? ഇവർക്കൊക്കെ ഒരു ദിശ ആര് നൽകും? അങ്ങനെ വന്നപ്പോഴാണ് ഇതില് ലോകമെമ്പാടും 54 രാജ്യങ്ങളിൽ ഇതിന് യൂണിറ്റ് ആരംഭിക്കാം. അതായത് ഇന്തോനേഷ്യയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, ബാങ്കോക്കിലുണ്ട്, സാംബിയയിലുണ്ട്. അപ്പൊ ഗൾഫ് മേഖലയില് ഖത്തറിലുണ്ട്, ദുബായിലുണ്ട്, ബഹ്റൈനിലുണ്ട്, കുവൈറ്റിലുണ്ട്. ഇവരൊക്കെ അറിയപ്പെടുന്നത് SMCC, സീറോ മലബാർ കാത്തലിക് കോൺഗ്രസ് ആണ്. അവര് ദുബായിൽ അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് വന്നത്, ഗൾഫ് മേഖലയിൽ. അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അവിടെ. ഇനി ആഫ്രിക്കയിലെ 8 രാജ്യങ്ങളിലുണ്ട്. ഉഗാണ്ട ഉണ്ട്, ഉഗാണ്ടയിലുണ്ട്, സാംബിയയിലുണ്ട്, ബോട്സ്വാനയിലുണ്ട്. ഇപ്പൊ ആദ്യത്തെ കൊല്ലം ഗ്ലോബൽ മീറ്റിംഗ് നടത്തിയത് ദുബായിലാണ്, പിന്നത്തെ കൊല്ലം ബാങ്കോക്കിലാണ്. അവിടെ നടത്തുമ്പോ
ഈ 54 രാജ്യങ്ങള് എന്ന് വെച്ചാല് കാനഡ, ബ്രിട്ടൻ, USA, സാംബിയ, ബോട്സ്വാന, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരികയാണ്. അപ്പൊ എനിക്ക് അടുത്തയുടെ ഒരു ചേട്ടന്റെ ഒരു പ്രസംഗം പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് കത്തോലിക്ക കോൺഗ്രസ്സില് ഓട്ടോറിക്ഷയിൽ കൊള്ളാനുള്ള ആളുകളുള്ളൂ ആണ് ആള് പറഞ്ഞത്. അപ്പൊ എനിക്ക് ചിരി വന്നു, കാരണം യാതൊരു പഠനമില്ലാണ്ട് ഒന്നും ഇങ്ങനെ. പിന്നെ ഞങ്ങളുടെ സംഘടന അത് കാര്യമാക്കിയില്ല. പിന്നെ നമുക്ക് ഒരു കാര്യം നമ്മുടെ സംഘടനയ്ക്ക് ചെറിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. അവർക്ക് ഒരു പ്രബോധനം കൊടുക്കുന്നത് അവർക്ക് ഇത് പറഞ്ഞു അറിയില്ലല്ലോ, അറിയില്ല ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് അറിയില്ല. കാരണം ഓസ്ട്രേലിയയില് ഒക്കെ പ്രബലമായിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ നേതാക്കള്. ഇന്തോനേഷ്യയിൽ പോലും ഉണ്ട് ഇതിന് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വ്യാപകമായിട്ട് വളർത്തിക്കൊണ്ടുവന്നത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് അഡ്വക്കേറ്റ് ലിജു പറയുന്നതിലാണ്. അതില് രാജീവ് കൊച്ചുപറമ്പിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അവരുടെ രൂപത അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അങ്ങനെയുള്ളവരൊന്നല്ല ഇതില് എന്ത് ചെയ്യണം, കാഴ്ചപ്പാടിലാണ്. കാരണം അവർക്കറിയാം ഈ കെ ഫ്രാൻസിസ് പറഞ്ഞ ആള് ഏത് നിമിഷവും അവർ പറയുന്നതിനെതിരെ പറയുന്ന ആളാണ്. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന് അവർ അതായത് യുക്തിപരല്ലാതെ ഞാൻ മുന്നോട്ട് പോകും. ഇതിൽ ISRO സയന്റിസ്റ്റ് ഉണ്ട്, റിട്ടയർ ചെയ്ത ആള്. ഇപ്പൊ ജേക്കബ് നിക്കോളാസ് തിരുവനന്തപുരത്തുള്ള ചങ്ങനാശ്ശേരി രൂപതക്കാരനാണ്. ഇതിലെ അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, വ്യവസായികള്, ചെറിയ വ്യവസായികളല്ല, നേതാക്കന്മാരൊരു സമൂഹമാണ്. ഇപ്പൊ നമ്മുടെ ബെൽത്തങ്ങാടി രൂപതയിലുള്ള ജോമി, അദ്ദേഹം UN കയ്യിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും നല്ല കുരുമുള കർഷകൻ എന്ന അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ സംഘടനയിലുള്ളത്. വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചു വന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ അകത്തുള്ളത്. മാത്രല്ല ഇപ്പൊ ചിലര് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇടവക്കാർക്ക് ഇതുകൊണ്ട് എന്താ മെച്ചെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനൊരു ചോദ്യമുണ്ട് ജനങ്ങൾക്ക്. ഈ കത്തോലിക്ക കോൺഗ്രസ് ഞങ്ങൾക്ക് എന്താണ് മെച്ചം, രാഷ്ട്രീയത്തിലെ ഭരണത്തിൽ അവരില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞാല് ഉക്രൈൻ-റഷ്യ വാർ നടന്നു. ഈ യുദ്ധം നടന്നപ്പോ അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു, അവിടെ നിന്ന് കൊണ്ടുവരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ ആൾക്കാർക്ക് എംബസിയിലും ബന്ധമുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവരാണ്. അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഗൾഫിൽ നിന്ന് അനേകം പേരെ, അത് ജാതി മതം നോക്കിയിട്ടൊന്നല്ല കേട്ട, നമുക്ക് പറ്റാവുന്ന ആൾക്കാരെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഒരു സമുദായത്തിന്റെ പ്രത്യേകത അതാണല്ലോ, അതായത് ഏത് സഭാ വിഭാഗങ്ങളെയും മനുഷ്യർ ഒന്നായി കാണുന്ന ഒരു വിശാല കാഴ്ചപ്പാടുണ്ട്. അത് സമുദായത്തിലുണ്ട്, ഈ സംഘടനയ്ക്ക് അത് തന്നെയാണ്. ഇപ്പൊ ബ്രിട്ടനിലെ ബ്രിസ്റ്റളിലെ മേയർ ടോം ആദിത്യ, അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിലെ അംഗമാണ്. അദ്ദേഹം അവിടുത്തെ മേയറാണ്. അപ്പൊ അത്രമാത്രം ഈ ആളുകളൊക്കെ എന്ത് ചെയ്യണം, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില മാതൃകകൾ കത്തോലിക്ക കോൺഗ്രസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലർ പറയാറുണ്ട്, ചിലർ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണം, ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോകും. മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും അവരെ സഹായിക്കാനും അതാത് രാജ്യങ്ങളിലുള്ള കത്തോലിക്ക കോൺഗ്രസിനെ സമീപിച്ചാൽ മതി. കാനഡയിലെ മിസിഗാഗോ രൂപതയില് ജോസ് കല്ലുവേലിൽ പിതാവുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് അദ്ദേഹം പിന്നിൽ നിന്നിട്ട് അവിടെ കത്തോലിക്ക കോൺഗ്രസിന് നല്ല യൂണിറ്റ് ഉണ്ട്. അതൊരു വലിയ കാരണം. നമ്മുടെ നാട്ടില് ഇപ്പൊ സമുദായത്തിൽ യുവജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ സമുദായത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ പഠിച്ചു, ഞങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? അല്ല, ഇത് പലപ്പോഴും അറിയില്ല. അപ്പൊ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവരാലാകുന്ന സഹായം, എല്ലാ സഹായം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ മഹാബലി നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് ബ്രിട്ടനിൽ പോയാലും ഈ കാനഡയിൽ പോയാലും USA പോയാലും, സിജിൽ പാലക്കലോടി അമേരിക്കയില് USA അവിടുത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം അവിടുത്തെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. വർഗീസ് തമ്പി സാറ് ഉഗാണ്ടയിലെ ഒരു ബാങ്കിന്റെ ചെയർമാനാണ്. ഒരു അംഗം ഉഗാണ്ടയില്
യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്, കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗം. അപ്പൊ ഓട്ടോറിക്ഷയല്ല, ഇവിടെ ഒരു ട്രെയിനിന്റെ വേഗം വന്നാല് നടക്കാനുള്ള ആളുകളുണ്ട് ഇതില്. പക്ഷെ അപ്പൊ ഞാൻ ഇത്തരം പലപ്പോഴും കണ്ടിട്ടുള്ളത് കത്തോലിക്കർക്കെതിരെ. ഈ ഇവിടെ കുണ്ടികുളം പിതാവ് ഒരു ഉദാഹരണം പറയാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഞണ്ടിന്റെ സ്വഭാവം ഉണ്ട്. ഒരാള് വലുതാവണ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞണ്ടിനൊരു കൊട്ടയിലിട്ടാൽ അതിന് മുടി വേണ്ട. കാരണം ഏതെങ്കിലും ഞണ്ട് മുകളിലേക്ക് പോകണ്ടെങ്കിൽ അടിയിലുള്ള ഞണ്ട് പിടിച്ചു വലിക്കും. ഈ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് സമുദായത്തിനാണ്. അത് വിമർശനാത്മകമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഘടകമാണ് വിമർശനത്തില് വിഷമില്ല, പക്ഷെ അത് വളർത്തുന്നതായിരിക്കണം. ഇപ്പൊ എന്റെ മക്കളെ ചീത്ത പറയാനായിട്ട് എനിക്ക് അവകാശമുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അവർക്ക് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ കത്തോലിക്ക കോൺഗ്രസിനെ വളർത്താനായിട്ട് സമയവും പണവും ഒക്കെ ചെലവഴിക്കുന്ന ആർക്കും വിമർശനാത്മകമായി കാണാം കത്തോലിക്ക കോൺഗ്രസിനെ ചീത്ത പറയാം. ആ ഘടകമാണ്. ഇനി ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു മാതൃക ഞാൻ പറയാം. അതായത് ഫ്രൂട്ട് വാലി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് 100 പേര് കത്തോലിക്ക കോൺഗ്രസിലെ അംഗങ്ങള് 10 ലക്ഷം വീതം മൂലധനം എടുത്തിട്ട് അവര് കൃഷി ചെയ്യുക ഫ്രൂട്ട്സിന്റെ. അതിന് നേതൃത്വം വഹിക്കുന്നത് പല രാജ്യങ്ങളെയും അഡ്വൈസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഫ്രൂട്ട് വാലി കോർപ്പറേഷനില് അംഗത്വം ചോദിച്ചാൽ ഇപ്പൊ കൊടുക്കണില്ലേ? അതൊരു മാതൃക ഉണ്ടാക്കിയിരിക്കുകയാണ്. അതേ മാതൃകയിൽ നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാം, അതിനുള്ള എല്ലാ അഡ്വൈസും നമ്മൾ കൊടുക്കും. കാരണം ഈ കുരുമുളക് കൃഷിയിൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഈ ജോമി സാറ് ഇതിനെ സഹായിക്കാൻ തയ്യാറാണ്. അതായത് പുതിയ രീതിയിൽ നമ്മുടെ കാർഷിക സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ സർക്കാരിനെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ കേരളത്തിലൊക്കെ പ്രശ്നം പാർട്ടിക്കാർക്ക് മാത്രമാണ് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. പാർട്ടിക്കാർക്ക് പാർട്ടി വലുതാവുന്നു എന്ന് പറഞ്ഞൊരു ചിന്താഗതി ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് രാജ്യം വലുതാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ സംഘടന രാഷ്ട്രീയപരമായിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്താനായിട്ടുള്ള പരിശ്രമങ്ങളാണ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ചരിത്രം. സാധാരണക്കാരനെ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ സീറോ മലബാർ സഭയിൽ അനുഭവിക്കുമ്പോൾ സമൂഹത്തിന്റെ പൊതുപ്രശ്നത്തിലും കഴിഞ്ഞ 8 വർഷം 9 വർഷം പരിശോധിച്ചാല് നിരന്തരം ഇടപെടുകയാണ്. ഈ ഇടപെടലുകള് ഫലമാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേ എന്ന് ബാക്കിയുള്ള സമുദായങ്ങൾ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് എന്നുള്ള സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാല് ഇവിടുത്തെ സർക്കാരിനെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ആ സ്വാധീനം എന്ന് പറഞ്ഞാല് നിയമപരമായിട്ട് എല്ലാ ജനങ്ങൾക്കും കിട്ടുന്ന വേണ്ടു. കാരണം വന്യമൃഗശല്യം, ഈ വന്യമൃഗശല്യത്തില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1972 വന്യമൃഗ പരിപാലന നിയമം മാറ്റി എഴുതണം. വന്യമൃഗങ്ങളാണോ പ്രശ്നം? ഉണ്ടാക്കേണ്ട നിയമങ്ങളാണ് പ്രശ്നം. മനുഷ്യരാണ് പ്രശ്നം. ഇനി എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ വരുമ്പോ ഇത് ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, തീർച്ചയായിട്ടും അവര് കൂടുതലുണ്ട് ചില ഏരിയയില്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളില് കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ടത് കൊണ്ടാണ് ഇന്ന് ഗ്രാമങ്ങളില് വ്യാപകമായിട്ട് നമ്മുടെ ജനങ്ങൾ കൂടിയുണ്ട്. ഈ സ്വാധീനം ഇപ്പൊ വ്യവസായ രംഗത്തും നടത്തണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം. അതിന് എന്നെ ശ്രവിക്കുന്ന മുഴുവൻ സമുദായ അംഗങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങൾ യൂണിറ്റുകളിൽ ചേരുകയും യൂണിറ്റുകളിലെ ശക്തിപ്പെടുത്തുകയും വിമർശനം ഉന്നയിക്കുകയും, ആ വിമർശനം ഉന്നയിക്കുമ്പോൾ എൻ്റെ കൂടെ ചില കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ട്രേഡ് യൂണിയനിലെ അംഗങ്ങളാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ ട്രേഡ് യൂണിയനിലെ അംഗമാണ്, അധ്യാപക സംഘടനയിലെ. ട്രേഡ് യൂണിയൻ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങള് അതില് 1000 രൂപ വർഷം വരിസംഖ്യ കൊടുത്തിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഇതില് മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾ ഞങ്ങളോട് ചോദിക്കും, എന്ത് തേങ്ങ നിങ്ങള് അധ്യാപകർക്ക് വേണ്ടി ചെയ്യണേ? ഇപ്പൊ ചില ആൾക്കാർ കോൺഗ്രസ് പാർട്ടീനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തെന്ന്, നിങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ചോദിക്കുന്ന ആൾക്കാർ ഒരു ജാഥയിൽ വരുന്നില്ല. ചോദിക്കുന്ന ആൾക്കാർ വരണ്ടേ?
നിങ്ങൾ എന്താ ചെയ്യാത്തത്? ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊന്നും കൊള്ളില്ല, ഈ പറയുന്ന ആളാണ് പ്രതിപക്ഷം. അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കണം. അപ്പോൾ ഒരു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സമിതിയുടെ ഇതിന് നേതൃത്വം വഹിക്കുന്ന, ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഫിലിപ്പ് കവീലച്ചൻ, താമരശ്ശേരി ബിഷപ്പ് റെമിജിയൂസ് ഇഞ്ചനാനിയൽ, റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ്, ഇത്തരത്തില് ഈ സംഘടനയെ സഹായിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ എന്നെ ശ്രമിക്കുന്ന സീറോ മലബാർ അംഗങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സാന്നിധ്യം കൊണ്ടും സമയം കൊണ്ടും പണം കൊണ്ടും ബുദ്ധി കൊണ്ടും ഈ രാഷ്ട്രത്തിനും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കും വേണ്ടി കത്തോലിക്ക കോൺഗ്രസിൽ നിങ്ങൾ അംഗമാവണം. നിങ്ങൾ അതിനെ സഹായിക്കണം. ഇപ്പോഴത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ശക്തമാണ്. അതിലെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചിപ്പറമ്പിലാണ്. സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിലാണ്. ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേലാണ്. വൈസ് പ്രസിഡന്റുമാര്, സീനിയർ വൈസ് പ്രസിഡന്റ് ഞാനാണ്. പിന്നെ ശ്രീ ബെന്നി ആന്റണി, അദ്ദേഹം ഒരു അധ്യാപകനാണ്, പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ബെന്നി ആന്റണി. തെരേസ ലിസ്, ഇവരൊക്കെയാണ്. പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് രാജേഷ് ജോൺ. അപ്പോൾ ഗൾഫ് മേഖലയിൽ പോവുകയാണെങ്കിൽ ഗൾഫിലെ മൊത്തം കത്തോലിക്ക കോൺഗ്രസ്സുകാരെ ഓർഗനൈസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ശ്രീ ഡേവിസ് അടക്കുളത്തൂരിനെയാണ്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഡയറക്ടർ ഫിലിപ്പ് കവീലച്ചനാണ്. ഞങ്ങളുടെ ബിഷപ്പ് ഡെലിഗേറ്റ് താമരശ്ശേരി ബിഷപ്പ് റെമിജിയൂസ് ഇഞ്ചനാനിക്കലാണ്. ഞങ്ങൾക്ക് അനേകം സെക്രട്ടറിമാർ ഗ്ലോബൽ ലെവലിലുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ്. 50 പേര് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും സംഘടനയ്ക്കുണ്ട്. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: എന്തുകൊണ്ടാണ് പ്രശ്നം വരുമ്പോൾ മാത്രം കാണാതിരിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ്? ആ അവസ്ഥയ്ക്ക് ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം അറിയണമെങ്കിൽ അന്തിമമായിട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം. അൾട്ടിമേറ്റ് എയിം. കത്തോലിക്ക കോൺഗ്രസിന് ഒരു അൾട്ടിമേറ്റ് എയിം ഉണ്ടോ, ഒരു ഇമ്മീഡിയറ്റ് എയിം ഉണ്ടോ, ഒരു ടെമ്പററി എയിം ഉണ്ടോ? ഈ 3 ലക്ഷ്യങ്ങളും കൂടുമ്പോഴാണ് അതൊരു ഇന്റഗ്രൽ എയിം, തീർച്ചയായിട്ടും സമഗ്ര ലക്ഷ്യമായിട്ട് മാറുക. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് തളർന്ന് വളർന്നു നിൽക്കുന്നതിന്റെ കാരണം അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ച മങ്ങുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നേടിയെടുക്കാൻ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ശക്തി കൂടും. അപ്പൊ അതുകൊണ്ട് അടുത്ത എപ്പിസോഡില് കത്തോലിക്ക കോൺഗ്രസ് അന്തിമമായിട്ട് എന്ത് സാമൂഹിക രാഷ്ട്രീയ ലക്ഷ്യമാണ് ലക്ഷ്യമിടുന്നത്, അത് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. ഇക്കാര്യമാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്.